ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രജ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ പണികൾ കുറച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഒരു വ്ളോഗ് എടുക്കണമല്ലോ എന്ന് തോന്നിയത്. അപ്പോൾ വേഗം വന്ന് വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് അതായത് ഫോൺ ഓൺ ചെയ്തിട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറയണേന്ന് തന്നെ ഒരു എത്തുപിടിയില്ല. അങ്ങനെ അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ എന്താ കറികൾ വെക്കണേന്ന് പറയാൻ ആദ്യം തന്നെ എനിക്ക് തെറ്റുണ്ടായി. ഇപ്പോഴും തെറ്റി. അത് വെള്ളരിക്കയാണ് കേട്ടോ. വെള്ളരിക്ക തോരൻ വെക്കുകയാണ്. വെള്ളരിക്ക ഞാൻ മോരൂട്ടാൻ വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഞാൻ തോരനാക്കി റെഡിയാക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ കറി. എനിക്ക് ഈ വെള്ളരിക്ക തോരൻ വെക്കുമ്പോൾ ഞാനൊരു കാര്യം കൂടി ഓർത്തുപോയി. പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സുജ, എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്ന സുജ വെള്ളരിക്ക കൊണ്ട് തോരൻ വെച്ചിട്ട് കറി കൊണ്ടുവന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വെള്ളരിക്ക തോരൻ കഴിക്കുന്നത്. എൻ്റെ അമ്മയൊന്നും ഇങ്ങനെ വെള്ളരിക്ക തോരൻ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് സുജ വെള്ളരിക്ക തോരൻ കൊണ്ടുവന്നിട്ട് കഴിക്കണതാണ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഏകദേശമൊക്കെ ഒരു ടേസ്റ്റ് എനിക്കും കിട്ടി. നല്ലൊരു ടേസ്റ്റിലൂടെ തന്നെ വെക്കാണ്ട് ഇതാണ് മോര് കൂട്ടാൻ കേട്ടോ. സാധാരണ നമ്മൾ വെള്ളരിക്ക ഒരു മോര് കറി വെക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കറി തന്നെയാണ്. കുറച്ച് കറിയേ വെച്ചിട്ടുള്ളൂ. എനിക്കും ഏട്ടന് മാത്രം മതിയല്ലോ. മോര് കൂട്ടാൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം കഴിക്കാനും പറ്റില്ല. അതായത് ഒരു ഒറ്റ ദിവസത്തേക്ക് മാത്രമേ കഴിക്കാൻ പറ്റില്ല, എന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മോര് കൂട്ടാനും റെഡിയാക്കി സെറ്റാക്കിയിട്ട് വെച്ചു കൂട്ടാം. നല്ല ടേസ്റ്റായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറി ആയതുകൊണ്ട് മോരൂട്ടാനും നന്നായിട്ട് ടേസ്റ്റിലൂടെ തന്നെ വെച്ച് കുറച്ച് കറി വെച്ചാൽ മതി എന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറച്ച് കറി വയ്ക്കുമ്പോൾ ബാക്കി വരില്ല, കളയേണ്ടി വരില്ല കേട്ടോ. ചില സമയത്ത് ഞാൻ ധാരാളം കറി ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ 2 നേരം 3 നേരമൊക്കെ കഴിച്ചാലും ബാക്കിയും കറി വരാറുമുണ്ട് കേട്ടോ. എനിക്ക് ചിലപ്പോൾ ക്വാണ്ടിറ്റി തെറ്റാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെയൊന്നും തെറ്റൊന്നും പറ്റിയില്ല. അസലായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ വീണ്ടും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു. എന്തിനാണെന്നറിയോ? ഈ മോരൂട്ടാനിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉലുവ, കടുക്, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം കൂടും. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഒഴിക്കുകയാണ്. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര പിശുക്കിയാണ്. മാസാവസാനമല്ലേ, കുറച്ച് 1-ാം തീയതി വേണമല്ലോ മേടിക്കാൻ എന്നുള്ളതൊക്കെ കൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ കുറച്ച് പിശുക്കി വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ മോര് കൂട്ടാനും റെഡിയായി, വെള്ളരിക്ക തോരനും റെഡിയായി. അങ്ങനെ അങ്ങ് സെറ്റാക്കി അങ്ങ് റെഡിയാക്കി വെച്ചു. ഇനിയാണ് നമുക്ക് അടുത്ത വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാൻ പോകുന്നത്. അതേ ചീനച്ചട്ടി തന്നെ. ഈ വല്ലാത്ത മടിയുടെ മഴ പെയ്യുന്നത് കൊണ്ടേ പാത്രങ്ങൾ കഴുകാനൊക്കെ വല്ലാത്തൊരു അസ്കിതയൊക്കെ ഉണ്ട് എനിക്കിപ്പം. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ ഉള്ളി, ചതച്ച ഉള്ളി എടുത്തിട്ടു ഞാനേ ഈ കുറച്ച് വറ്റൽമുളക് അങ്ങ് ചേർത്തിട്ട മറ്റേ വൻപയറും പിന്നെ ഞാൻ ചെറുക്കായും ബാക്കിയുണ്ടായിരുന്നു. കുറച്ച് ചെറുക്കായ എന്നാണ് ഉപ്പേരി വെച്ചത്. ചെറുക്കായും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ചെറുക്കായ്ക്ക് കൂടിയിട്ട് നല്ലൊരു ഉപ്പേരി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. അടിപൊളി. അതും നല്ല ടേസ്റ്റായിരുന്നു. വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഒഴിച്ച് അതങ്ങ് നല്ലപോലെ അങ്ങ് കുത്തി ഇളക്കി മറച്ചെടുക്കും. അപ്പോൾ ഈ വറ്റൽമുളക് ചേർക്കുന്നത് കുത്തിപ്പൊടി ചേർക്കുന്നത് കൊണ്ടേ കംപ്ലീറ്റ് വെള്ളിയാണല്ലോടെ. ഒത്തിരി ഗുണം എന്താണെന്ന് വെച്ചാൽ അധികം മുളക് അകത്തേക്ക് പോകുന്നില്ല. അതാണ് എനിക്കൊരു ഗുണമായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ നിറച്ച് ചുമന്ന് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പുറത്തോട്ട് ഇന്നത്തെ പണികൾ കിച്ചണിൽ ഇറങ്ങി. അപ്പോൾ ഇന്നലെ ഏട്ടൻ അയില മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില കിട്ടിയപ്പോൾ ഞാനത് ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ അത് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കറികളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി അവിടത്തേക്കിപ്പോൾ ഞാൻ ഒരു അയില എടുത്തിട്ട് ഒന്ന് ചെറുതായി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഇവർക്ക് ഇത്തിരി ചോറും ഉണ്ട് വന്ന് കൊടുത്തു. 2 എണ്ണം കൂടി ഇരുന്ന എന്തൊരു സ്നേഹം, ഒരു പറയില്ലേ, ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമയിലും കെടുക്കാമെന്ന് പറയുന്ന പോലെ വളരെ സ്നേഹത്തോടുകൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും. അങ്ങനെ ഈ ഒരു സ്നേഹമൊക്കെയാണല്ലോ നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കയറി വന്നവളാണ് കേട്ടോ അവള്. ഇവളിപ്പോൾ വന്നുവെച്ചാൽ വളരെ അവശത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇവള് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത്. തീരെ വയ്യാതെ, നമ്മുടെ സുന്ദരി തീരെ വയ്യായിരുന്നു അവൾക്ക്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ചെറുതായിട്ട് ഫുഡും ബിസ്ക്കറ്റ്സൊക്കെ കൊടുത്തപ്പോൾ ഇങ്ങനെ ബിസ്ക്കറ്റ്സൊക്കെ കഴിക്കാൻ തന്നെ വയ്യാണ്ട് അത്രയും പ്രാണം പോയിട്ട് പോലെ ആയിരുന്നു ഇരിക്കണമായിരുന്നു. എല്ലാവരും അതിനെ ഓടിപ്പിക്കുകയായിരുന്നു തോന്നി. അപ്പം അന്ന് ഞാൻ ഇവിടെ
ബ്ലാക്കി എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി വേണ്ട, ബ്ലാക്കി വേണ്ട, സുന്ദരി എന്ന് വിളിക്കാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാനിവളെ സുന്ദരി എന്ന് വിളിച്ച് ഇവളെ അങ്ങ് കൂടെ കൂട്ടി. അപ്പോൾ ഇവൾക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കും, ഇവിടെ ഏട്ടനായാലും ഭക്ഷണം കൊടുക്കും. അങ്ങനെ എങ്ങനെയോ എന്നിട്ട് എന്നെ ഒരു ദിവസം ഞാൻ ഇന്നും വിളി കേട്ടു കേട്ടോ. ഞാൻ ആ വിളി കേട്ടപ്പോഴാണ് ഞാൻ ഇത് പറയണമെന്ന് തോന്നിയത്. അപ്പം ഇടയ്ക്ക് അപ്പുറത്തെ പറമ്പിലേക്ക് ഓടി പോകുമെങ്കിലും ഞാൻ വാതിൽ തുറന്ന് ഫ്രണ്ടിലേക്ക് എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞ് ഓടി എൻ്റെ അടുക്കിലേക്ക് ഓടി വരും. അത്രയും എന്നോടൊരു ഭയങ്കര സ്നേഹവും ഒരു അറ്റാച്ച്മെൻറ്റ് ഇവൾ കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ സരമയ്ക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതേപോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അവളുടെ സ്നേഹം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. രണ്ടാളും ഇവൾ എന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും എനിക്ക് മൃഗങ്ങളുടെ ഭാഷ എനിക്ക് അറിയാമായിരുന്നില്ല, അറിയുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പോലും അറിയാണ്ട് എന്നെ ഇവള് അമ്മേ എന്നൊരു ദിവസം വിളിച്ചു. ആദ്യം അത് അമ്മയെന്ന് ശരിക്കും നമ്മൾ ആ വേർഡ് നമ്മളത് കേട്ടു. അമ്മേ എന്ന് വിളിക്കുന്നൊരു വേർഡ് ഉണ്ടല്ലോ, ആ വേർഡ് ഞാൻ വ്യക്തമായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയി. എന്നെ അങ്ങനെ വിളിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു വിളി കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് തോന്നി അമ്മയെന്ന്. പക്ഷേ ഇന്നും അമ്മേ എന്ന് അവൾ എന്നെ വിളിച്ചു, അമ്മേ എന്ന് പറയില്ലേ, അതുപോലെ വേറൊരു ദിവസം ഇതേപോലെ ഏട്ടനും കേട്ടു അമ്മയെന്ന് വിളിക്കണത്. അങ്ങനെ എന്നെ അമ്മയെന്ന് വിളിച്ച് എൻ്റെ ലൈഫിൽ അവൾ കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ അവളുടെ കൂട്ടുകാരിയാണ് കേട്ടോ അത്. ഇത് ശരിക്കും ഞാൻ പറയാറില്ലേ, ജെൻഡർ മാറ്റിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എന്തോ എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമായതുകൊണ്ടാണോ അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് അമ്മയെന്നുള്ള വിളിയും ഒക്കെ അപ്പോൾ എനിക്കൊരു പെൺകുട്ടിയെ പോലെയാണ് എനിക്ക് അവളെ ഫീൽ ചെയ്തത്. ആൺകുട്ടിയായിരിക്കാം, അവൻ ആൺകുട്ടിയാണ്. സുന്ദരി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ആൺകുട്ടിയാണ്. ഞാൻ പക്ഷേ പെൺകുട്ടിയായിട്ടാണ് അവളെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് നല്ല മഴയുള്ള ദിവസം തന്നെയാണ്. ഞാൻ രാവിലെ തന്നെ ഗേറ്റൊക്കെ തുറന്ന് ഇട്ടു, മോട്ടറൊക്കെ ഓണാക്കിയിട്ടു. തുണികൾ ഒരുപാട് കഴുകി അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് തുണികൾ തോരയിടാനായിട്ട് വേണം. ഏട്ടനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇപ്പോൾ രണ്ടാളും കഴിക്കൽ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. നേരത്തെ ഇപ്പോൾ ചേട്ടൻ വാതിൽ തുറക്കുന്ന ഒരു ശബ്ദം അവർ കേട്ടുമല്ലോ. അപ്പോൾ ഇനി ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം അതിന് വേണ്ടി രണ്ടാൾ സെറ്റടിച്ച് ഇരിക്കുകയാണ്. അപ്പം ഫുള്ള് ഒരു തരി പോലും ബാക്കി വയ്ക്കാണ്ട് രണ്ടാൾ അത് കഴിച്ചു തീർത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി തുണികളൊക്കെ ഒന്ന് തോരയിടാൻ പോട്ടെ. അങ്ങനെ തുണികളൊക്കെ തോരയിടാനായിട്ട് ഞാൻ മുകളിലേക്ക് എത്തിയിട്ട് ഇവരുടെ കളികളൊക്കെ കണ്ട് ഈ ഒരു സംഭവം സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഈ മഴക്കാലത്ത് ഞാൻ റൂമിൽ അഴയ്ക്കാൻ കെട്ടിയിട്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് തുണികൾ ഇടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം എനിക്ക് വളരെ ഉപകാരമാണ്. മഴയുണ്ടെങ്കിലും നമുക്ക് ഈ ബാൽക്കണിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് നീക്കി വയ്ക്കണം മാത്രം, തൂവാലടിക്കാതെ. നല്ല കാറ്റും മഴയുണ്ടെങ്കിൽ ശരിക്കും പറ്റില്ല, പക്ഷേ തൂവാലടിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെച്ച് നമുക്കതൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റാവും. ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.